നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് 4ാമത്തെ ചാപ്റ്ററായ മാറ്റങ്ങളുടെ രസതന്ത്രം. ഇതിനകത്ത് ഒരു പിക്ചറാണ് ആദ്യമേ കൊടുത്തേക്കുന്നത്. എന്തെല്ലാമാണ് ചിത്രത്തിൽ കാണുന്നത്? മെഴുകുതിരി കത്തുന്നു, ആഹാരം പാകം ചെയ്യുന്നു, പിന്നെന്താ വാഴപ്പഴം പഴുക്കുന്നതായിട്ടും പിന്നെ പൂത്തിരി കത്തുന്നതായിട്ടും ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ പദാർത്ഥങ്ങൾക്ക് പലതരം മാറ്റങ്ങൾക്ക് വിധേയമാകുന്നതായിട്ടാണ് കാണുന്നത്. പിന്നെ ഒരു പിക്ചർ കാണിക്കുന്നത് ഒരാളിരുന്ന് കല്ല് കൊത്തുപണി ചെയ്യുന്നത്. അപ്പം കല്ല് കൊത്തി ശില്പമാക്കുന്നതും വാഴക്കുല പഴുക്കുന്നതും ഒരുപോലെയുള്ള മാറ്റങ്ങളാണോ? ഒന്ന് മനുഷ്യനിർമ്മിതവും മറ്റേത് പ്രകൃതിദത്തവുമല്ലേ? ചുറ്റും നോക്കിയാൽ ഇത്തരം പലതരം മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇത്തരം മാറ്റങ്ങൾ ചിലപ്പോൾ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകാനും കാരണമാകും. നമ്മുടെ ചുറ്റുപാടും കാണുന്നതും പലവിധമായ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നതുമായ ഈ പദാർത്ഥങ്ങളെ എല്ലാം ദ്രവ്യത്തിൻ്റെ വിവിധ രൂപങ്ങളായിട്ടാണ് പറയുന്നത്. പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളും ദ്രവ്യത്താൽ നിർമ്മിതമാണ്, അഥവാ ഒരു മാറ്ററിനാൽ നിർമ്മിതമാണ്. പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളും ദ്രവ്യത്താൽ നിർമ്മിതമാണ്. ദ്രവ്യത്തിൻ്റെ സവിശേഷതകൾ മനസ്സിലാക്കിയ ശേഷം നമുക്ക് പദാർത്ഥങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങളുടെ രസതന്ത്രം ചർച്ച ചെയ്യാം. ഇവിടെ ഈ രണ്ട് പിക്ചറിലായിട്ട് ഒരു ചെറിയ കല്ല് വെള്ളത്തിൽ മുക്കുന്നു, പിന്നെ ഒരു വലിയ കല്ല് വെള്ളത്തിൽ മുക്കും. അപ്പം ജലനിരപ്പ് അടയാളപ്പെടുത്തിയ ഒരു ബീക്കറിലേക്ക് ഒരു കല്ല് നൂലിൽ കെട്ടി താഴ്ത്തുക. ജലനിരപ്പിന് എന്ത് മാറ്റമുണ്ടായി? ജലനിരപ്പ് ഉയരാൻ കാരണം എന്തായിരിക്കും? കുറച്ചുകൂടി വലിയ കല്ലാണ് ബീക്കറിലേക്ക് താഴ്ത്തുന്നതെങ്കിലോ ജലനിരപ്പിൽ എന്ത് വ്യത്യാസമാണ് ഉണ്ടാവുക? സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് എന്നതാണ് ദ്രവ്യത്തിൻ്റെ ഒരു സവിശേഷത. അപ്പം സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതാണ് ദ്രവ്യം. അതുകൊണ്ട് തന്നെ ദ്രവ്യത്തിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. ആ ആവശ്യമായ സ്ഥലത്തെ എന്താണെന്ന് പറയുന്നത്? വ്യാപ്തം. അതിൻ്റെ വ്യാപ്തം എന്നാണ് പറയുന്നത്. അപ്പോൾ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് ദ്രവ്യത്തിന്. ആ ആവശ്യമായ സ്ഥലത്തെയാണ് വ്യാപ്തം എന്ന് പറയുന്നത്, അതിൻ്റെ വ്യാപ്തം. ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് അതിൻ്റെ മാസ് എന്ന് പറയുന്നത്. ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് മാസ്. വായു ഒരു ദ്രവ്യമാണോ? വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണോ? ചിത്രത്തിലേതുപോലെ ഒരു ഗ്ലാസ്സിനുള്ളിൽ ഒരു ടവൽ ഉറപ്പിച്ചു വെച്ച ശേഷം ഗ്ലാസ് തലകീഴായി പിടിച്ച് ബീക്കറിലെ ജലത്തിലേക്ക് താഴ്ത്തുക. ടവൽ നനയുന്നുണ്ടോ? ഗ്ലാസ്സിനുള്ളിലെ ജലം കയറാത്തത് എന്തുകൊണ്ടാണ്? ബീക്കറിലെ ജലനിരപ്പിന് എന്ത് വ്യത്യാസമാണ് ഉണ്ടായത്? ജലനിരപ്പിലെ വ്യത്യാസം വായുവിൻ്റെ വ്യാപ്തത്തെയല്ലേ സൂചിപ്പിക്കുന്നത്? വായുവിന് മാസ് ഉണ്ടോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? വായു നിറയ്ക്കാത്ത ഫുട്ബോളിൻ്റെ മാസും വായു നിറച്ച ഫുട്ബോളിൻ്റെ മാസും ഒന്ന് തന്നെയാകുമോ? ഒരു ഡിജിറ്റൽ ബാലൻസ് ഉപയോഗിച്ച് പരിശോധിക്കും. അപ്പോൾ വായുവിന് മാസുണ്ട്. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസുള്ളതുമായ ഏതിനെയും ദ്രവ്യം എന്ന് പറയും. അപ്പോൾ ദ്രവ്യം എന്ന് വെച്ചാൽ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസുള്ളതുമായ ഏതൊരു പദാർത്ഥത്തെ എന്ത് പറയുന്നു? ദ്രവ്യം എന്ന് പറയുന്നു. വായു ഒരു ദ്രവ്യമാണെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ദ്രവ്യം പ്രധാനമായും 3 അവസ്ഥകളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ദ്രവ്യത്തിന് ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളാണ് ഉള്ളത്. എന്നാൽ ഇവ 3 മാത്രമല്ല ദ്രവ്യത്തിൻ്റെ അവസ്ഥകൾ. ദ്രവ്യത്തിൻ്റെ 4ാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ. പ്രപഞ്ചത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്നത് പ്ലാസ്മ അവസ്ഥയിലുള്ള ദ്രവ്യമാണ്. നക്ഷത്രങ്ങളും നെബുലകളുമെല്ലാം പ്ലാസ്മാവസ്ഥയിലാണുള്ളത്. ഉയർന്ന താപനിലയിൽ സ്വതന്ത്രമായ ചാർജിത കണങ്ങൾ കൂടിച്ചേർന്നാണ് പ്ലാസ്മയുണ്ടാകുന്നത്. കൂടാതെ വളരെ ഉയർന്നതും താഴ്ന്നതുമായ താപനിലകളിൽ മറ്റു പല അവസ്ഥകളും ദ്രവ്യത്തിനുള്ളതായി ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട്. അതാണ് ബോയ്സ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ് എന്നിവ ഇതിനുദാഹരണമാണ്. ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ, പിന്നെ
ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്. അപ്പോൾ ദ്രവ്യത്തിന് 3 അവസ്ഥകളാണ്: ഖരം, ദ്രാവകം, വാതകം. അപ്പം ദ്രവ്യത്തിന് ഓരോന്നിൻ്റെ സവിശേഷത വേണ്ട ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട്. നിശ്ചിത മാസ്, ഖരത്തിനും ദ്രാവകത്തിനും വാതകത്തിനും നിശ്ചിത മാസം ഉണ്ട്. നിശ്ചിത വ്യാപ്തം ഖരത്തിനും ദ്രാവകത്തിനും ഉണ്ട്. വാതകത്തിന് നിശ്ചിത വ്യാപ്തമില്ല. നിശ്ചിത ആകൃതി ഉണ്ടോ? ഖരത്തിനുണ്ട്, ദ്രാവകത്തിനും വാതകത്തിനും ആകൃതി ഇല്ല. മാറ്റങ്ങൾ പലതരം. ഒരു ചെറിയ സ്റ്റീൽ പാത്രത്തിൽ അല്പം മെഴുക് ചൂടാക്കി നോക്കൂ, എന്ത് സംഭവിക്കുന്നു? പാത്രത്തിൽ ഉണ്ടാക്കുന്ന ദ്രാവകത്തെ അല്പസമയം തണുപ്പിച്ചാൽ എന്ത് സംഭവിക്കും? മെഴുക് ഖരാവസ്ഥയിലുള്ളത് അത് ദ്രാവകാവസ്ഥയിലാവും. മെഴുക് ഉരുക്കിക്കഴിഞ്ഞ് കുറച്ചു നേരം കഴിയുമ്പോൾ പിന്നെ അതെന്തായി മാറും? ഖരമായിട്ട് മാറും. അപ്പോൾ മെഴുകിനെ ഖരാവസ്ഥയിൽ നിന്ന് ദ്രാവകാവസ്ഥയിലേക്കും തിരിച്ചു മാറ്റാനാവുമല്ലോ. എന്നാൽ ഒരു കഷ്ണം കടലാസ് കത്തിച്ച് ചാരമാക്കിയാലോ അതിനെ പിന്നെ കടലാസാക്കാൻ കഴിയുമോ? ഇല്ല. ഉണ്ടാകുന്ന ചാരത്തെ തിരികെ കടലാസാക്കാൻ പറ്റുമോ? ഇല്ല. എല്ലാ മാറ്റങ്ങളും ഒരേ വേഗത്തിലാണോ സംഭവിക്കുന്നത്? ഒരു പയർ വിത്ത് മുളയ്ക്കാൻ ഏകദേശം എത്ര സമയമെടുക്കും? അത് വളർന്നു പൂവിടാനോ ഏറെ നാളുകൾ വേണം, അല്ലേ? എന്നാൽ ഗ്യാസ് അടുപ്പ് കത്തിക്കുന്നതും പടക്കം പൊട്ടുന്നതും വേഗത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളാണല്ലോ. സാവധാനത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ, വേഗത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ എന്നിവയ്ക്ക് കൂടുതൽ ഉദാഹരണം എഴുതാനെന്നാണ് പറയുന്നത്. സാവധാനത്തിൽ നടക്കുന്ന എന്തൊക്കെയാണ്? വിത്തുകൾ മുളയ്ക്കുന്നത്, പിന്നെ അത് വളർന്ന് പൂവിടുന്നതൊക്കെ സാവധാനത്തിൽ നടക്കുന്നതാണ്. ഈ വേഗത്തിൽ നടക്കുന്ന ഗ്യാസ് അടുപ്പ് കത്തുന്നത്, പടക്കം പൊട്ടുന്നത് അതിന് എക്സാമ്പിളാണ്. ഇനി ഭൗതിക മാറ്റവും രാസമാറ്റവും. കടലാസ് കത്തുന്നതും മെഴുക് ഉരുകുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മെഴുക് ഉരുകുമ്പോൾ അതിൻ്റെ രാസ സ്വഭാവത്തിൽ വ്യത്യാസം വരുന്നുണ്ടോ? കടലാസ് കത്തിക്കുമ്പോഴോ? മെഴുക് ഉരുകുന്നത് ഭൗതിക മാറ്റവും കടലാസ് കത്തുന്നത് എന്താണ്? രാസമാറ്റവുമാണ്. ഭൗതിക മാറ്റത്തിൽ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നില്ല. അതിൽ പദാർത്ഥത്തിൻ്റെ തന്മാത്രകളുടെ ക്രമീകരണം വ്യത്യാസപ്പെടുകയാണ് ചെയ്യുന്നത്. രാസമാറ്റത്തിൽ ഒരു പദാർത്ഥം പൂർണ്ണമായും മറ്റൊരു പദാർത്ഥമായി മാറുന്നു, അതായത് പുതിയ തന്മാത്രകൾ ഉണ്ടാകുന്നു. ചുവടെ കൊടുത്തിരിക്കുന്ന മാറ്റങ്ങളെ ഭൗതിക മാറ്റം, രാസമാറ്റം എന്നിങ്ങനെ തരംതിരിക്കാനെന്നാണ് പറയുന്നത്. അപ്പോൾ പാല് തൈരാകുന്നത് എന്താണ്? രാസമാറ്റമാണ്. മെഴുകുരുകുന്നത് ഭൗതിക മാറ്റമാണ്. ഇനി മെഴുകുതിരി കത്തുന്നത് എന്താണ്? മെഴുകുതിരി കത്തുന്നത് രാസമാറ്റമാണ്. ഇനി ജലം ഐസാകുന്നത് ഭൗതിക മാറ്റമാണ്. ഐസ് ഉരുകുന്നത് ഭൗതിക മാറ്റമാണ്. ഉപ്പ് ജലത്തിൽ ലയിക്കുന്നത് ഭൗതിക മാറ്റമാണ്. ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്ന രാസമാറ്റമാണ്. വിറക് കത്തുന്നതും രാസമാറ്റമാണ്. അപ്പോൾ ഇരുമ്പ് തുരുമ്പിക്കുന്നത്, വിറക് കത്തുന്നത്, ആഹാരം ദഹിക്കുന്നതും ഒക്കെ രാസമാറ്റത്തിന് ഉദാഹരണമാണ്. പാൽ തൈരാകുന്നതൊക്കെ എക്സാമ്പിളാണ്, രാസമാറ്റത്തിന് എക്സാമ്പിളാണ്. ചൂടാക്കുന്നത് തുടർന്നാൽ എന്ത് സംഭവിക്കും? അതായത് ഒരു പാത്രത്തിൽ ഐസ് എടുക്കാനെന്നാണ് പറയുന്നത്, എന്നിട്ട് അത് ചൂടാക്കുക. എന്ത് സംഭവിക്കുന്നു? അതിനെ പിന്നെയും തുടർന്നും ചൂടാക്കിയാൽ എന്ത് സംഭവിക്കും? ജലം തിളച്ച് നീരാവിയായിട്ട് പോകാൻ തുടങ്ങും. ഇനി ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിൽ പദാർത്ഥങ്ങളുടെ കണികാക്രമീകരണം നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടല്ലോ. ഓരോ അവസ്ഥയിലും കണികകൾ തമ്മിലുള്ള അകലം, അവ തമ്മിലുള്ള ആകർഷണബലം, കണികകളുടെ ചലനവേഗത, ഊർജം എന്നിവയെക്കുറിച്ച് എഴുതാമോ? അപ്പോൾ കണികകൾ തമ്മിലുള്ള അകലം ഖരത്തിൽ വളരെ കുറവായിരിക്കും. അപ്പോൾ ദ്രാവകത്തിലാണെങ്കിൽ ഖരത്തെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും കണികൾ തമ്മിലുള്ള അകലം. വാതകത്തിലാണെങ്കിൽ വളരെ കൂടുതലായിരിക്കും. ഇനി കണികൾ തമ്മിലുള്ള
ആകർഷണം വളരെ കൂടുതലായിരിക്കും ഖരത്തിൽ. ദ്രാവകത്തിൽ ഖരത്തെ അപേക്ഷിച്ച് കുറവായിരിക്കും. വാതകത്തിൽ വളരെ കുറവായിരിക്കും. ഇനി കണികകളുടെ ചലനം വേഗം അത് വളരെ കുറവായിരിക്കും ഖരത്തിൽ. ഖരത്തെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും ദ്രാവകത്തിൽ, വളരെ കൂടുതലായിരിക്കും വാതകത്തിൽ. കണികകളുടെ ഊർജ്ജവും വളരെ കുറവാണ് ഖരത്തിൽ. ഖരത്തെ അപേക്ഷിച്ച് കൂടുതലാണ് ദ്രാവകത്തിൽ, വളരെ കൂടുതലാണ് കണികകളുടെ ഊർജ്ജം വാതകത്തിൽ. അപ്പോൾ ഖരാവസ്ഥയിൽ കണികകൾ വളരെ അടുത്തായിട്ടാണ് ഇരിക്കുന്നത്. ഖരവസ്തുവിനെ ചൂടാക്കുന്നു എന്ന് കരുതുക. അപ്പോൾ കണികകൾ തമ്മിലുള്ള അകലത്തിനും കണികകളുടെ ഊർജ്ജത്തിനും വ്യത്യാസം വരും അല്ലേ? അപ്പോൾ ഊർജ്ജത്തിൽ എന്തായിരിക്കും വ്യത്യാസം വരുന്നത്? ഖരത്തെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും ഊർജ്ജം കണികളുടെ ഊർജ്ജം എന്ന് പറയുന്നത്. ഖരവസ്തുവിനെ ചൂടാക്കുമ്പോൾ കണികകൾ തമ്മിലുള്ള അകലവും കണികകളുടെ ഊർജ്ജവും വർദ്ധിക്കുകയും ക്രമേണ അത് ദ്രാവകത്തിൻ്റെ കണികാ ക്രമീകരണം കൈവരിക്കുകയും ചെയ്യുന്നു. ഖരം താപം ആഗിരണം ചെയ്ത് എന്തായിട്ട് മാറുന്നു? ദ്രാവകമായിട്ട് മാറുന്നു. പിന്നെയും താപം ആഗിരണം ചെയ്യുമ്പോൾ വാതകമായിട്ട് മാറുന്നു. ദ്രാവകത്തെ ചൂടാക്കിയാൽ ക്രമേണ അത് വാതകമായി മാറുന്നു. ഒരു വാതകത്തെ തണുപ്പിച്ചാൽ എന്തായി മാറും? അത് താപം പുറത്തുവിടുമ്പോൾ പിന്നെയും ദ്രാവകമായിട്ട് മാറും. വാതകം താപം പുറത്തുവിട്ടാൽ ദ്രാവകമായിട്ട് മാറുന്നു. കണികകൾ തമ്മിലുള്ള അകലം കുറയുന്നു, കണികകളുടെ ഊർജം കുറയുന്നു, വാതകം ക്രമേണ ദ്രാവകമായിട്ട് മാറുന്നു. അപ്പം ഖരത്തിൽ കണികകൾ തമ്മിലുള്ള അകലം വളരെ കുറവായിരിക്കും, ദ്രാവകത്തിൽ കുറച്ചുകൂടെ കൂടുതലായിരിക്കും. കണികകൾ തമ്മിലുള്ള അകലം കൂടുതലായിരിക്കും. വാതകത്തിലാണെങ്കിൽ വളരെ കൂടുതലായിരിക്കും. തണുപ്പിക്കുമ്പോൾ ഇതെല്ലാം കണികകൾ തമ്മിലുള്ള അകലവും കുറയുന്നു, പിന്നെ കണികകളുടെ ഊർജം കുറയുന്നു, വാതകം ക്രമേണ ദ്രാവകമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ദ്രാവകത്തെ വീണ്ടും തണുപ്പിച്ചാൽ അത് ഖരമായി മാറുമല്ലോ. കർപ്പൂരം, നാഫ്തലിൻ അഥവാ പാറ്റാഗുളിക തുടങ്ങിയ ഖരവസ്തുക്കൾ ചൂടാക്കുമ്പോൾ അവ നേരിട്ട് വാതകമായി മാറുന്നു. ഇതിനെയാണ് ഉത്പതനം അഥവാ സബ്ലിമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സബ്ലിമേഷൻ എന്താണ്? കർപ്പൂരം ഖരാവസ്ഥയിലുള്ള ഒരു സാധനം നേരിട്ട് വാതകാവസ്ഥയിലോട്ട് മാറുന്ന അവസ്ഥയാണ്. അതിന് എക്സാമ്പിളാണ് കർപ്പൂരം, പാറ്റാഗുളിക അഥവാ നാഫ്തലിനൊക്കെ. ഇങ്ങനെ ഒരു അവസ്ഥയിലുള്ള പദാർത്ഥം മറ്റൊരു അവസ്ഥയിലേക്ക് മാറുന്നതിനെ അവസ്ഥാ പരിവർത്തനം എന്നാണ് പറയുന്നത്. ഫ്രീസറിൽ സൂക്ഷിച്ച വെള്ളം ഐസായി മാറുന്നത് എങ്ങനെയായിരിക്കും? ചർച്ച ചെയ്യൂ. അതാണ് അവസ്ഥാ പരിവർത്തനം. എന്താണ്? ഒരു അവസ്ഥയിലുള്ള പദാർത്ഥം മറ്റൊരവസ്ഥയിലേക്ക് മാറുന്ന പ്രക്രിയയാണ് അവസ്ഥാ പരിവർത്തനം എന്ന് പറയുന്നത്. ഇതൊരു ഭൗതിക മാറ്റമാണ്. താപം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്യുമ്പോഴാണ് ഈ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. അപ്പം ഖരം താപാകരണം ചെയ്ത് ദ്രാവകമാവും, വീണ്ടും താപാകരണം ചെയ്യുമ്പോൾ വാതകമാവും. വാതകത്തിലെ ആ താപം പുറത്തു വിടുമ്പോൾ ദ്രാവകമായിട്ട് മാറുന്നു. ദ്രാവകത്തിലെ താപം പിന്നെ പുറത്തു വിടുമ്പോൾ എന്തായി മാറുന്നു? ഖരമായിട്ട് മാറുന്നു. ഇനി രാസമാറ്റങ്ങളും ഊർജ മാറ്റവും. ഒരു ടൈലിന് മുകളിലായി അല്പം പൊട്ടാസ്യം പെർമാംഗനേറ്റ് തരികൾ വെച്ച ശേഷം അതിൻ്റെ നടുവിലായി അല്പം ഗ്ലിസറിൻ ഒഴിക്കുക. നിരീക്ഷണം രേഖപ്പെടുത്തൂ. ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുമ്പോൾ പദാർത്ഥങ്ങൾ അഭികാരങ്ങൾ എന്നറിയപ്പെടുന്നു. അപ്പോൾ അതാണ് ഇതിൽ പറയുന്ന അഭികാരങ്ങളും. അപ്പോൾ ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന പദാർത്ഥങ്ങൾ അഭികാരങ്ങളെന്നും പുതുതായിട്ടുണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ അതിനെ എന്താ പറയുന്ന പദാർത്ഥങ്ങൾ ഉൽപ്പന്നങ്ങൾ അഥവാ പ്രോഡക്റ്റ്സ് എന്ന് പറയുന്നു. റിയാക്റ്റൻസും പ്രോഡക്റ്റ്സും അതാണ് ഈ പറയുന്നത്. അതിൻ്റെ ഒരു പ്രവർത്തനമാണ്. പൊട്ടാസ്യം പെർമാംഗനേറ്റിൽ ഗ്ലിസറിൻ ഒഴിച്ച് കഴിയുമ്പോൾ എന്തായി മാറും? അതിൻ്റെ പ്രവർത്തന ശേഷം പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ നിറം തുടക്കത്തിലേതുപോലെയാണോ? അല്ലായിരിക്കും. 2 ബീക്കറുകളിൽ ജലമെടുത്ത് ഒന്നിൽ പ്രവർത്തനത്തിന് മുമ്പുള്ള പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ 2 or 3 തരിയും അടുത്തതിൽ പ്രവർത്തന ശേഷം ലഭിച്ച ഉൽപ്പന്നത്തിൻ്റെ 2 or 3 തരിയും ചേർക്കുക. വ്യത്യാസം രേഖപ്പെടുത്തുക. അതാണ് ഈ പ്രവർത്തനത്തിൽ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലായല്ലോ. ഇനി താപരാസ പ്രവർത്തനങ്ങൾ.
ഒരു ടെസ്റ്റ് ട്യൂബിൽ ഒരു കഷ്ണം മഗ്നീഷ്യം എടുത്ത് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുക. മഗ്നീഷ്യത്തിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുക. എന്താണ് നിരീക്ഷിച്ചത്? ഇവിടെ ഉണ്ടായ വാതകത്തെ എങ്ങനെ തിരിച്ചറിയാം? അപ്പോൾ ഹൈഡ്രജൻ ആണ് ഉണ്ടായ വാതകം. അപ്പോൾ എന്താണ് മഗ്നീഷ്യവും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ ചേരുമ്പോൾ എന്തുണ്ടാവും? ഹൈഡ്രജൻ വാതകവും മഗ്നീഷ്യം ക്ലോറൈഡും ആണ് ഉണ്ടാകുന്നത്. കത്തിച്ച തീപ്പെട്ടിക്കോൽ ഇവിടെ ഉണ്ടായ വാതകത്തെ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതാണ്. ഈ ഹൈഡ്രജനെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാവുന്നത്? കത്തിച്ച തീപ്പെട്ടിക്കോൽ ടെസ്റ്റ് ട്യൂബിന്റെ വായ്ഭാഗത്ത് കൊണ്ടുവന്നാൽ വാതകം ടപ്പ് ശബ്ദത്തോടെ കത്തുന്നു. ഈ വാതകമാണ് എന്ത്? മഗ്നീഷ്യം നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നത്. ഈ ഹൈഡ്രജൻ വാതകമാണ് ടപ്പ് എന്നുള്ള ശബ്ദത്തോടെ കത്തിയത്. അങ്ങനെ ടെസ്റ്റ് ട്യൂബ് ചൂടായിട്ട് താപം പുറത്തോട്ട് വരും. പ്രവർത്തന ഫലമായി ഉണ്ടായ ഹൈഡ്രജനോടൊപ്പം താപവും പുറത്തു വരുന്നുണ്ട്. ഈ പ്രവർത്തനത്തിന്റെ അഭികാരങ്ങൾ ഏതൊക്കെയാണ്? അഭികാരങ്ങളാണ് മഗ്നീഷ്യം, പിന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡും. ഉൽപ്പന്നങ്ങൾ എന്താണ്? ഹൈഡ്രജൻ വാതകവും പിന്നെ മഗ്നീഷ്യം ക്ലോറൈഡും. ഒരു സ്റ്റീൽ കപ്പിൽ നീറ്റുകക്ക എടുക്കുക. നീറ്റുകക്ക എടുത്ത് അതിലേക്ക് അല്പം ജലം ചേർക്കുക. കുറച്ച് സമയത്തിന് ശേഷം കപ്പ് സ്പർശിച്ചു നോക്കൂ. എന്താ അനുഭവപ്പെടുന്നത്? എന്തനുഭവപ്പെടും? ചൂട് അനുഭവപ്പെടും. അപ്പം നീറ്റുകക്കയും ജലവും തമ്മിൽ പ്രവർത്തിച്ച് അതിലത് താപം പുറത്തുവിടുന്ന ചുണ്ണാമ്പുണ്ടാവും. ചുണ്ണാമ്പ് എന്താണ്? കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. അപ്പം നീറ്റുകക്ക, ജലം, ഇതിനകത്ത് അഭികാരങ്ങൾ ഏതൊക്കെയാണ്? നീറ്റുകക്കയും ജലവും. അതിൻ്റെ ഉൽപ്പന്നം എന്തായിരിക്കും? ചുണ്ണാമ്പായിരിക്കും. ഒരു രാസപ്രവർത്തനത്തിന്റെ ഫലമായി പിന്നെ കൂടാതെ കപ്പ് ചൂടാവുന്നു, പിന്നെ അത് താപം പുറത്തു വരുന്നു. അങ്ങനെയാണ് കപ്പ് ചൂടാവുന്നത്. ഇനി ഒരു രാസപ്രവർത്തനത്തിന്റെ ഫലമായി താപം പുറത്തു വിടുന്നുവെങ്കിൽ അത്തരം പ്രവർത്തനങ്ങൾ താപമോചക പ്രവർത്തനങ്ങൾ അഥവാ എക്സോതെർമിക് റിയാക്ഷൻസ് എന്നറിയപ്പെടുന്നു. പിന്നെ അടുത്ത ഒരു പരീക്ഷണമാണ് കൊടുത്തേക്കുന്നത്. ഒരു ടെസ്റ്റ് ട്യൂബിൽ അല്പം പൊട്ടാസ്യം പെർമാംഗനേറ്റ് എടുക്കുക. എന്നിട്ട് അത് നന്നായി ചൂടാക്കുക. ഈ ടെസ്റ്റ് ട്യൂബിൽ വായ്ഭാഗത്ത് എരിയുന്ന ഒരു ചന്ദനത്തിരി കാണിച്ചു നോക്കൂ. എന്താണ് സംഭവിക്കുന്നത്? ഇത് കത്താൻ സഹായിക്കുന്ന വാതകം ഏതാണ്? ഊഹിച്ച് പറയാമോ? പൊട്ടാസ്യം പെർമാംഗനേറ്റ് വിഘടിച്ച് ഓക്സിജൻ വാതകമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ കത്താൻ സഹായിക്കുന്ന വാതകം ഏതാണ്? ഓക്സിജൻ. പൊട്ടാസ്യം പെർമാംഗനേറ്റ് വിഘടിപ്പിച്ചാൽ ഏത് ഊർജ്ജമാണ് ലഭിക്കുന്നത്? ഈ പ്രവർത്തനത്തിലെ ഒരു ഉൽപ്പന്നം ഓക്സിജൻ ആണെന്ന് വ്യക്തമായല്ലോ. മറ്റൊരു പ്രവർത്തനം ശ്രദ്ധിക്കൂ. ഒരു വാച്ച് ഗ്ലാസ്സിൽ അല്പം അമോണിയം ക്ലോറൈഡ് എടുക്കുക. അതിലേക്ക് അല്പം ബേരിയം ഹൈഡ്രോക്സൈഡ് ചേർത്ത് ഗ്ലാസ് റോഡ് ഉപയോഗിച്ച് നന്നായി ഇളക്കുക. വാച്ച് ഗ്ലാസ്സിലെ അടിഭാഗം തൊട്ടു നോക്കൂ. എന്താണ് അനുഭവപ്പെടുന്നത്? ഇവിടെ താപോർജ്ജം പുറത്തു വിടുകയാണോ ആഗിരണം ചെയ്യുകയാണോ ചെയ്യുന്നത്? രാസപ്രവർത്തനങ്ങളിൽ താപോർജ്ജം ആഗിരണം ചെയ്യുകയാണ് ചെയ്യുന്നത്. താപോർജ്ജം ഇങ്ങനെ ആഗിരണം ചെയ്യപ്പെടുന്നുവെങ്കിൽ അത്തരം പ്രവർത്തനത്തെയാണ് എന്ത് പറയുന്നത്? താപാഗിരണ പ്രവർത്തനം എന്ന് പറയുന്നത്. താപം മോചിപ്പിക്കുകയാണെങ്കിൽ താപമോചക പ്രവർത്തനമെന്നും താപാഗിരണം ചെയ്യുകയാണെങ്കിൽ താപാഗിരണ പ്രവർത്തനമെന്നും പറയുന്നു. താപമോചക പ്രവർത്തനങ്ങൾ, താപാഗിരണ പ്രവർത്തനങ്ങൾ. പൊട്ടാസ്യം പെർമാംഗനേറ്റും ഗ്ലിസറിനും തമ്മിലുള്ള പ്രവർത്തനത്തിൽ താപമോചക പ്രവർത്തനമാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ മഗ്നീഷ്യവും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിലുള്ള പ്രവർത്തനവും താപമോചക പ്രവർത്തനമാണ്. താപാഗിരണ പ്രവർത്തനങ്ങൾ പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ വിഘടനം, പിന്നെ അമോണിയം ക്ലോറൈഡ് ബേരിയം ഹൈഡ്രോക്സൈഡും തമ്മിൽ ഉള്ള പ്രവർത്തനം, അത് താപാഗിരണ പ്രവർത്തനമാണ്. താപോർജ്ജം പുറത്തുവിടുകയോ ഇങ്ങനെ ആഗിരണം ചെയ്യുകയോ ചെയ്യുന്നതോ ആയ രാസപ്രവർത്തനങ്ങൾ പൊതുവായി താപരാസപ്രവർത്തനങ്ങൾ എന്ന് പറയും. താപത്തെ ആഗിരണം ചെയ്യുന്നതോ താപത്തെ പുറത്തുവിടുന്നതോ ആയ ഇങ്ങനത്തെ രാസപ്രവർത്തനങ്ങളെയാണ് പൊതുവായി പറയുന്ന പേരാണ് താപരാസപ്രവർത്തനം. ഈ പ്രകാശരാസപ്രവർത്തനങ്ങൾ. പ്രകാശരാസപ്രവർത്തനങ്ങൾ എന്ന് വെച്ചാൽ പ്രകാശ
പ്രകാശോർജം ഉപയോഗിച്ച് നടക്കുന്ന രാസപ്രവർത്തനങ്ങളാണ് പ്രകാശ രാസപ്രവർത്തനം. പ്രകാശോർജം ഉപയോഗിച്ച് നടക്കുന്ന രാസപ്രവർത്തനങ്ങളെയാണ് പ്രകാശ രാസപ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഒരു വാച്ച് ഗ്ലാസ്സിൽ അല്പം സിൽവർ നൈട്രേറ്റ് ലായനി എടുത്ത് അതിലേക്ക് സോഡിയം ക്ലോറൈഡ് ലായനി ചേർക്കുക. ഉണ്ടാകുന്ന ഉൽപ്പന്നം 2 കഷ്ണം പഞ്ഞിയിൽ മുക്കി ഒന്ന് കറുത്ത കടലാസിൽ പൊതിഞ്ഞു മറ്റേത് തുറന്നും വയ്ക്കുക. അപ്പം എന്ത് സംഭവിക്കും? നിറം മാറ്റം സംഭവിക്കും. എന്തിനാണ്? തുറന്നു വെച്ചതിന്. എങ്ങനെയാണ്? ഇവിടെ അഭികാരകങ്ങളായ സിൽവർ നൈട്രേറ്റും സോഡിയം ക്ലോറൈഡും തമ്മിൽ പ്രവർത്തിച്ച് സിൽവർ ക്ലോറൈഡ് ഉണ്ടാകുന്നു. സിൽവർ ക്ലോറൈഡ് പ്രകാശം ആഗിരണം ചെയ്ത് വിഘടിച്ച് സിൽവർ ഉണ്ടാകുന്നതാണ് തുറന്നു വെച്ച പഞ്ഞി കറുത്തു പോകാൻ കാരണമായി. സിൽവർ ക്ലോറൈഡ് എന്തായി മാറുന്നു? സിൽവറും ക്ലോറിനുമായിട്ട് മാറുന്നു. ഇനി പ്രകാശ സംശ്ലേഷണം, അത് പിക്ചർ കൊടുത്തേക്കുന്നത്. സസ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉപയോഗിച്ച് പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ഗ്ലൂക്കോസും ഓക്സിജനും ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ് ഗ്ലൂക്കോസും ഓക്സിജനും. ഇവിടെ പ്രകാശോർജ്ജം എന്തായിട്ട് മാറുന്നു? രാസോർജ്ജമായിട്ടാണ് മാറുന്നത്. അഭികാരകങ്ങൾ ഇവിടെ എന്താണ്? അഭികാരകങ്ങളായിട്ടുള്ളത് കാർബൺ ഡൈ ഓക്സൈഡും ജലവും ആയിരിക്കും. ഉൽപ്പന്നങ്ങൾ ഗ്ലൂക്കോസും ഓക്സിജനും ആയിരിക്കും. ഇലകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഗ്ലൂക്കോസ് അന്നജമായി മാറി സസ്യഭാഗങ്ങളിൽ ശേഖരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പിന് പ്രകാശ സംശ്ലേഷണം അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി അടുത്ത ജൈവദീപ്തി. ബയോലൂമിനെസെൻസ് എന്നാണ്. ബയോലൂമിനെസെൻസ് എന്ന് വെച്ചാൽ മിന്നാമിനുങ്ങ് എൻ്റെ ശരീരത്തിൽ നടക്കുന്ന രാസപ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ്. ഈ മിന്നാമിനുങ്ങ് രാത്രി ഇങ്ങനെ കത്തത്തില്ലേ മഞ്ഞപ്രകാശം. മിന്നാമിനുങ്ങിൻ്റെ ശരീരത്തിലെ ലൂസിഫെറസ് എന്ന എൻസൈമിൻ്റെ സഹായത്തോടെ ലൂസിഫറിൻ എന്ന രാസവസ്തു അൾട്രാ വയലറ്റ് രശ്മികളെ ആഗിരണം ചെയ്ത് ദൃശ്യപ്രകാശം പുറത്തുവിടുന്നു. ഈ പ്രതിഭാസം ജൈവദീപ്തി അഥവാ ബയോലൂമിനസെൻസ് എന്നാണ് അറിയപ്പെടുന്നത്. ശരീരത്തിൽ പ്രവേശിക്കുന്ന ഓക്സിജന്റെ അളവ് നിയന്ത്രിച്ച് പ്രകാശ തീവ്രത വ്യത്യാസപ്പെടുത്താൻ മിന്നാമിനുങ്ങിന് കഴിയും. ചിലയിനം കടൽ ജീവികളും പുഴുക്കളും ജൈവദീപ്തി പ്രദർശിപ്പിക്കുന്നവയാണ്. പ്രകാശോർജ്ജം ആഗിരണം ചെയ്യുകയോ പുറത്തുവിടുകയോ ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളെയാണ് പ്രകാശ രാസപ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. അപ്പം മരുന്നുകളൊക്കെ ബ്രൗൺ നിറത്തിലുള്ള കുപ്പികളിൽ സൂക്ഷിക്കാൻ കാരണം എന്താണ്? അതാണ് ഈ പ്രകാശ രാസപ്രവർത്തനങ്ങൾ മൂലമാണ് ചില മരുന്നുകൾ പ്രകാശ രാസപ്രവർത്തനങ്ങൾക്ക് വിധേയമായി കേടാകാതിരിക്കാൻ വേണ്ടിയാണ് ബ്രൗൺ നിറത്തിലുള്ള കുപ്പികളിൽ നിറയ്ക്കുന്നത്, സൂക്ഷിക്കുന്നത്. പിന്നെ സിൽവർ നൈട്രേറ്റ് പ്രകാശത്താൽ വിഘടിക്കുന്നതിനാൽ സുതാര്യമായ കുപ്പികളിൽ സൂക്ഷിക്കാറില്ല. ഇനി വൈദ്യുത രാസപ്രവർത്തനങ്ങൾ. പിക്ചർ 4.7 കണ്ട ബാറ്ററിയുടെ പടം. ഇവ നിങ്ങൾക്ക് പരിചയമുള്ള വസ്തുക്കളാണല്ലോ. ഡ്രൈസെൽ എന്ന ാണ് ഈ സെല്ലിന് അറിയപ്പെടുന്നത്. ഇവയുടെ ഉപയോഗം എന്താണ്? ഒരു ഡ്രൈസെല്ലിലെ ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഡ്രൈസെല്ലിലെ പ്രധാന ഭാഗങ്ങൾ എന്തൊക്കെയാണ്? പോസിറ്റീവ് ടെർമിനൽ, പിന്നെ ഇൻസുലേഷൻ, അമോണിയം ക്ലോറൈഡ് പേസ്റ്റ്, കാർബൺ ദണ്ട്, പിന്നെന്താണ് മാംഗനീസ് ഡൈ ഓക്സൈഡും കാർബൺ പൊടിയും, സിങ്ക് പാത്രം അഥവാ നെഗറ്റീവ് ടെർമിനൽ, പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും, പിന്നെ മാംഗനീസ് ഡൈ ഓക്സൈഡും കാർബൺ പൊടിയും, അമോണിയം ക്ലോറൈഡ് പേസ്റ്റ്, കാർബൺ ദണ്ട്, പോസിറ്റീവ് ടെർമിനൽ. അപ്പോൾ ഡ്രൈസെല്ലിൽ രാസോർജ്ജം എന്തായിട്ട് മാറുന്നു? വൈദ്യോർജ്ജമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഡ്രൈസെല്ലിൽ നൽകുന്ന രാസപ്രവർത്തന ഫലമായിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്.
ഇവിടെ ഒരു പ്രവർത്തനം ചെയ്ത് നോക്കാം. ഒരു ബീക്കറിൽ ഗാഢ ഉപ്പ് ലായനി അഥവാ സോഡിയം ക്ലോറൈഡ് എടുക്കുക. അതിൽ 3-4 തുള്ളി ഫിനോഫ്തലിൻ ചേർക്കുക. ഒരു ബാറ്ററിയുടെ ഇരു ധ്രുവങ്ങളുമായി ബന്ധിപ്പിച്ച ചെമ്പ് കമ്പികളുടെ അഗ്രങ്ങൾ ലായനിയിൽ മുക്കി വയ്ക്കുക. എന്താണ് നിരീക്ഷിക്കുന്നത്? പിങ്ക് നിറം സൂചിപ്പിക്കുന്നത് എന്തിൻ്റെ സാന്നിധ്യത്തെയാണ്? സോഡിയം ക്ലോറൈഡ് ലായനിക്ക് വിഘടനം സംഭവിച്ച് സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന ബേസ് കൂടി ഉൽപ്പന്നമായി ഉണ്ടാകുന്നു. ഇതാണ് ലായനിക്ക് പിങ്ക് നിറം നൽകുന്നത്. സോഡിയം ക്ലോറൈഡ് ലായനിക്ക് വിഘടനം സംഭവിച്ച് സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന ബേസ് കൂടി ഉൽപ്പന്നമായിട്ട് ഉണ്ടാകുന്നു. ഇതാണ് ലായനിക്ക് പിങ്ക് നിറം ഉണ്ടാകാൻ കാരണം. വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്താണ് ഈ രാസപ്രവർത്തനം നടന്നത്. വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്ത് ഒരു പദാർത്ഥം വിഘടനത്തിന് വിധേയമാകുന്ന രാസപ്രവർത്തനമാണ് വൈദ്യുത വിശ്ലേഷണം അഥവാ ഇലക്ട്രോലൈസിസ് എന്ന് പറയുന്നത്. ഇലക്ട്രോലൈസിസ് എന്താണ്? വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്ത് ഒരു പദാർത്ഥം വിഘടനത്തിന് വിധേയമാകുന്ന രാസപ്രവർത്തനം വൈദ്യുത വിശ്ലേഷണം എന്ന് പറയുന്നു. ഉദാഹരണമാണ് സോഡിയം ക്ലോറൈഡ് ലായനിക്ക് വിഘടനം സംഭവിച്ച് സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന ബേസ് കൂടി ഉൽപ്പന്നമായി ഉണ്ടാകുന്നു. ഇതാണ് ലായനിക്ക് പിങ്ക് നിറം നൽകിയത്. ഇവിടെ വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്ത് രാസപ്രവർത്തനം നടക്കുകയാണ് ചെയ്തത്. അല്പം ആസിഡ് ചേർത്ത ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അത് ഹൈഡ്രജനും ഓക്സിജനുമായി വിഘടിക്കുന്നു. ഇവിടെ വൈദ്യുതോർജ്ജം എന്തായിരുന്നു? വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്താൽ ജലം വിഘടിക്കുന്നത്. അതായത് ഇതൊരു വൈദ്യുത വിശ്ലേഷണ പ്രവർത്തനമാണ്. പിന്നെന്താണ്? സ്വർണം പൂശിയ ആഭരണങ്ങൾ, സ്പൂണുകൾ, വെള്ളി പൂശിയ അലങ്കാര വസ്തുക്കൾ തുടങ്ങിയവ നിർമ്മിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉപയോഗിച്ചാണ്. ഇനി വൈദ്യുത ലേപനം എന്താണ് നോക്കാം. വൈദ്യുതി ഉപയോഗിച്ച് ലോഹവസ്തുക്കൾക്ക് മുകളിൽ മറ്റു ലോഹങ്ങളുടെ ആവരണം ഉണ്ടാക്കുന്ന പ്രവർത്തനത്തെയാണ് വൈദ്യുത ലേപനം എന്ന് പറയുന്നത്, അഥവാ ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു പ്രവർത്തനമാണ് ഈ പറയുന്നത്. രാസപ്രവർത്തനം നടക്കുമ്പോൾ വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്യുകയോ ഉൽപ്പാദിപ്പിക്കുകയോ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് വൈദ്യുത രാസപ്രവർത്തനങ്ങൾ. ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്ന രാസപ്രവർത്തനം നടക്കുമ്പോൾ വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്യുകയോ ഉൽപ്പാദിപ്പിക്കുകയോ ചെയ്യുന്ന പ്രവർത്തനമാണ് വൈദ്യുത രാസപ്രവർത്തനങ്ങൾ. അപ്പം ഓരോ രാസപ്രവർത്തനം നടക്കുമ്പോഴും പലതരത്തിലുള്ള ഊർജ്ജരൂപങ്ങൾ ആഗിരണം ചെയ്യുകയോ പുറത്തുവിടുകയോ ചെയ്യുന്നുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഊർജ്ജരൂപവുമായി ബന്ധപ്പെട്ടാണ് ആ രാസപ്രവർത്തനം അറിയപ്പെടുന്നത്. രാസപ്രവർത്തനം പ്രധാന ഊർജ്ജമാറ്റമാണ് കൊടുത്തിരിക്കുന്നത്. പദാർത്ഥങ്ങളുടെ ജ്വലനം താപം പുറത്തുവിടുകയാണ് ചെയ്യുന്നത്. ഇനി പദാർത്ഥങ്ങളുടെ ചൂടേറ്റുള്ള വിഘടനം താപം ആഗിരണം ചെയ്യുന്നു. ജൈവദീപ്തി എന്താണ്? പ്രകാശം പുറത്തുവിടുന്നു. ചെറുനാരങ്ങ കൊണ്ടുള്ള സെല്ല് വൈദ്യുതി പുറത്തുവിടുന്നു. സോഡിയം ക്ലോറൈഡ് ലായനിയുടെ വൈദ്യുത വിശ്ലേഷണം വൈദ്യുതി ആഗിരണം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ദ്രവ്യ രൂപങ്ങളെക്കുറിച്ചും അവയ്ക്കുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചും മനസ്സിലാക്കിയല്ലോ. ഇവയിൽ മനുഷ്യജീവിതം മെച്ചപ്പെടുത്താൻ ഉതകുന്നതും അല്ലാത്തതുമുണ്ട്. ദ്രവ്യത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ എങ്ങനെയെല്ലാമാണ് മനുഷ്യജീവിതത്തെ സ്വാധീനിക്കുന്നതെന്ന് ചർച്ച ചെയ്യാനെന്നാണ് പറയുന്നത്. അപ്പം കുറച്ച് എന്തൊക്കെയായിരുന്നു ഇതിനകത്ത് പറഞ്ഞത്? രാസപ്രവർത്തനവും ഭൗതിക മാറ്റം, രാസമാറ്റമൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതിന് എക്സാമ്പിൾ വന്നിട്ട് ഇത് ഏതിൽ പെടുന്നു എന്നൊക്കെ ചോദിക്കാം. ഇനി താപോർജ്ജം പുറത്തുവിടുന്നതോ ആഗിരണം ചെയ്യുന്നതോ ആയ രാസപ്രവർത്തനങ്ങളെ പൊതുവായി താപരാസപ്രവർത്തനം എന്നാണ് പറയുന്നത്. രാസപ്രവർത്തനങ്ങളിൽ താപോർജ്ജം ആഗിരണം ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം പ്രവർത്തനങ്ങളെ താപാഗിരണ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നു. പുറത്തുവിടുന്നെങ്കിൽ മോചക പ്രവർത്തനങ്ങൾ, അതായത് താപ ആഗിരണം ചെയ്യുന്നതോ പുറത്തുവിടുന്നതോ ആയ പ്രവർത്തനങ്ങളെ എന്ത് പറയുന്നു? രാസപ്രവർത്തനങ്ങളെ താപരാസപ്രവർത്തനങ്ങൾ എന്ന് പറയുന്നു. പിന്നെ പ്രകാശോർജ്ജം ആഗിരണം ചെയ്യുകയോ പുറത്തുവിടുകയോ ചെയ്യുന്ന രാസപ്രവർത്തനമാണ് പ്രകാശരാസപ്രവർത്തനങ്ങൾ. അതിന് ഉദാഹരണമാണ് മറ്റ് മരുന്നുകളൊക്കെ പ്രകാശരാസപ്രവർത്തനങ്ങൾ
ാണ് മരുന്നുകൾ ബ്രൗൺ നിറത്തിലുള്ള കുപ്പികളിലൊക്കെ സൂക്ഷിച്ചു വെക്കുന്നത്. സിൽവർ നൈട്രേറ്റ് സുതാര്യമായ കുപ്പികളിൽ സൂക്ഷിക്കാത്തതുമൊക്കെ. ഇനി ഊർജ്ജമാറ്റ ഉത്പാദനം എന്താണെന്ന് പറഞ്ഞ് കർപ്പൂരം നാഫ്തലിനൊക്കെയാണ് ഉത്പാദനത്തിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്. പിന്നെ ഭൗതിക മാറ്റം, രാസമാറ്റം, അതിനുള്ള എക്സാമ്പിൾസ്. പിന്നെ ഈ പട്ടിക ഇത് നോക്കണം. കണികൾ തമ്മിലുള്ള അകലം, അതായത് ഖരത്തിൽ വളരെ കുറവായിരിക്കും കണികൾ തമ്മിലുള്ള. ദ്രാവകത്തിൽ കുറച്ചുകൂടെ അകലം കാണും. വാതകത്തിൽ വളരെ അകലമായിരിക്കും, വളരെ കൂടുതൽ അകലം കാണും. ഇത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇത്രയായിരുന്നു ചാപ്റ്റർ. നന്നായിട്ട് നോക്കുക. താങ്ക് യു.